മരണത്തിന് മുമ്പ് വരെ രേണുവിനും മക്കളായ രാഹുലിനും റിതുവിനുമെല്ലാം കോട്ടയത്തെ ഒരു വാടക വീട്ടിൽ കൊല്ലം സുധി താമസിച്ചിരുന്നത്. നടൻ മരിച്ചോടെ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെയായിരുന്നു രേണുവും മക്കളും. പിന്നീട് സന്നദ്ധ സംഘടനകൾ ചേർന്ന് കൊല്ലം സുധിയുടെ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകി. അവിടെയാണ് രേണുവും ഇളയമകൻ റിതുലും താമസിക്കുന്നത്. സ്കൂൾ പഠനം പൂർത്തിയാക്കിയ മൂത്ത മകൻ രാഹുൽ ആനിമേഷൻ കോഴ്സ് പഠിക്കുകയാണിപ്പോൾ. കൊല്ലത്തെ സുധിയുടെ കുടുംബ വീട്ടിലാണ് കിച്ചു എന്ന് വിളിപ്പേരുള്ള രാഹുൽ താമസിച്ച് പഠിക്കുന്നത്. 2 വർഷം മുമ്പായിരുന്നു സുധിയുടെ മരണം. അടുത്തിടെയാണ് രാഹുൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. 50,000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് കിച്ചു ആർഡി എന്ന യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോഴിതാ രാഹുൽ പങ്കിട്ട പുതിയ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത്. കൊല്ലത്ത് നിന്നും കുഞ്ഞനിയൻ റിതുവിനെ കാണാൻ പോയതിന്റെ വിശേഷങ്ങൾ വീഡിയോ ആക്കി രാഹുൽ പങ്കിട്ടിരിക്കുന്നു. ഹൃദയനൊപ്പം എന്ന ദിവസം എന്നതായിരുന്നു രാഹുൽ വീഡിയോയ്ക്ക് നൽകിയ തലക്കെട്ട്. കൊല്ലത്ത് നിന്നും ബൈക്കിലാണ് സുഹൃത്തിനൊപ്പം കോട്ടയത്തേക്ക് പോയത്. കോട്ടയത്ത് എത്തും വരെയുള്ള വഴിയോരക്കാഴ്ചയും വ്ലോഗിൽ രാഹുൽ ഉൾപ്പെടുത്തിയിരുന്നു. രാഹുൽ എത്തുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ സ്കൂൾ യൂണിഫോം ധരിച്ച് ഫിറ്റ് നോക്കുകയായിരുന്നു ഋതപ്പൻ. ചേട്ടനെ കണ്ടതിന് ചാടി തോളിൽ കയറി കിടപ്പായി. ഏറെ നാളുകൾക്ക് ശേഷമാണ് കുഞ്ഞനയെ കാണാൻ രാഹുൽ എത്തിയത്. ചേട്ടനെ കണ്ടവരുടെ വിശേഷങ്ങൾ പറയാനും വീട്ടിലെ പുതിയ കാര്യങ്ങളെല്ലാം കാണിച്ചും വിവരിച്ചും കൊടുക്കാനുള്ള ധൃതിയിലായിരുന്നു ഋതപ്പൻ. സ്കൂളിൽ പോകുന്നുണ്ടോ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ 1-ാം ക്ലാസ്സിൽ എന്നായിരുന്നു മറുപടി. ഒപ്പം ചേട്ടൻ എന്തിനാണ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചും ചോദിച്ച് അറിയുന്നുണ്ടായിരുന്നു. കുടുംബചിത്രത്തിലൂടെ സുധിയെ ചൂണ്ടിക്കാണിച്ച് ഇത് എൻ്റെയും ചേട്ടൻ്റെ അച്ഛനാണെന്ന് ഋതുൽ പറഞ്ഞു. രേണുവിൻ്റെ ഫോട്ടോ ചൂണ്ടിക്കാട്ടി ഇത് ചേട്ടൻ്റെ അമ്മയാണെന്നും ഋതുൽ പറയുന്നുണ്ടായിരുന്നു. സുധിയുടെയും രേണുവിൻ്റെയും വിവാഹ ഫോട്ടോ രാഹുലിനെ കാണിച്ചു കൊടുത്ത് ഞാൻ പണ്ട് വൈദ്യുലായിരുന്നപ്പോൾ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു എന്നാണ് ഋതുൽ പറഞ്ഞത്. അതിന് സാക്ഷിയായി താനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏത് ഡ്രസ്സാണ് ചേട്ടൻ അന്നിട്ടതെന്ന് അറിയാമോ എന്ന് ഋതുലിന് ഓർമ്മയില്ലെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. അപ്പോഴും താനില്ലാതെ വിവാഹത്തിൽ ചേട്ടൻ എങ്ങനെ പങ്കെടുത്തു എന്ന സംശയമായിരുന്നു ഋതപ്പന്. ശേഷം ഈ വീട് എൻ്റെയും ചേട്ടൻ്റെയും ആണെന്ന് ഋതുൽ പറഞ്ഞത്. കുഞ്ഞനിയന്റെ വിശേഷങ്ങളും കുസൃതികളും നിറഞ്ഞ വർത്തമാനമെല്ലാം രാഹുലും ക്ഷമയോടെ കേട്ടിരുന്നു. ശേഷം ചേട്ടനും അനിയനും കൂടി അല്ലറ ചില്ലറ ഷോപ്പിങ്ങും ഫുഡും എക്സ്പ്ലോറിങ്ങും നടത്തി. ഋതുവിന് സ്കൂളിൽ പോകുമ്പോൾ ഇടാനായി ചെരുപ്പും കഴിക്കാനായി അവന് ഏറെ പ്രിയപ്പെട്ട ചിക്കിങ് ഐറ്റംസുമാണ് രാഹുൽ വാങ്ങിക്കൊടുത്തത്. ബൈക്കിൽ ഋതുവിനെ ഇരുത്തി കറങ്ങുന്ന വീഡിയോയും രാഹുൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചേട്ടൻ യാത്ര പറഞ്ഞ് പോകാനിറങ്ങിയപ്പോൾ ഋതപ്പൻ്റെ മുഖം മാറി. മനസ്സില്ലാ മനസ്സോടെ കിച്ചു ചേട്ടന് ഋതപ്പൻ യാത്ര നൽകി. വൈകിട്ട് വരണേ, ഇന്ന് നാളെ പോകാം എന്നെല്ലാം പറയുന്നതും കേൾക്കാം. ഇനിയും ഇടയ്ക്ക് ഞാൻ വരും, ക്ലാസ് ഉള്ളത് കൊണ്ടാണ് വരാത്തതെന്നും രാഹുൽ പറഞ്ഞു. നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയത്. കിച്ചു ഹെൽമെറ്റ് ഇട്ട് നിന്നപ്പോൾ ശരിക്കും സുധിയെ പോലെ തോന്നി. കിച്ചു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ആ കുഞ്ഞിനെ വേണ്ടി വാങ്ങിക്കൊടുക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കിച്ചു പറ്റുമ്പോഴൊക്കെ ഋതപ്പനെ പോയി കാണണം, അവൻ നീയാണ് ആശ്വാസം. പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ സങ്കടം മുഴുവൻ മുഖത്തുണ്ടായിരുന്നു എന്നിങ്ങനെ എല്ലാമായിരുന്നു കമന്റുകൾ.